back to Faizu's Kitchen. ഇഫ്താറിനൊരു പുതിയ സ്പെഷ്യൽ പിസ്സ പോളയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. പിസ്സ പോള നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം ഒരു പാനിൽ ഒലിവ് ഓയിൽ ഇട്ട് കൊടുക്കാം. പിസ്സ ആയതുകൊണ്ട് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നിങ്ങളുടെ ഏത് ഓയിലാണ് ഉള്ളത് അത് ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ ഒനിയൻ കട്ട് ചെയ്തത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒനിയൻ അങ്ങനെ വാടുന്നില്ല, പിസ്സയിൽ അങ്ങനെ ഒനിയൻ വാടിയിട്ട് ഇടേണ്ട ആവശ്യമില്ല. അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റായാൽ മതി. പിന്നെ ഇതിലേക്ക് ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ടൊമാറ്റോ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇത് മൂന്നും കൂടി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി ഇതിൽ ആഡ് ചെയ്യേണ്ടത് ചിക്കനാണ്. ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്തെടുത്തതാണ്, ചെറിയ ചെറിയ പീസാക്കിയിട്ട്. അതൊന്ന് ഇട്ട് കൊടുക്കാം. പിസ്സൻ്റെ ഫ്ലേവർ ഇടാൻ വേണ്ടിയിട്ട് ഒറിഗാൻ ഇട്ട് കൊടുക്കാം. ഒറിഗാൻ കയ്യിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി സോസാണ് ഇടുന്നത്, ചില്ലി സോസാണ് ഇടുന്നത്. ചില്ലി ഗാർലിക്ക്. പിസ്സ സോസ് ഉണ്ടെങ്കിൽ പിസ്സ സോസ് ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിലിപ്പോൾ ചില്ലി ഗാർലിക് സോസാണ് നൽകുക. ഇനി ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കാം. സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ചില്ലി സോസ് ഇട്ടിനി, അപ്പോൾ ഒന്നുകൂടി സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ബാറ്റർ എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. മിക്സിയിലോട്ട് 2 മുട്ട ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് ഓയിൽ, സാദാ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. 1 കപ്പ് മിൽക്ക് ആവശ്യത്തിന് ഉപ്പ്. ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഇതിൻ്റെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവാണെങ്കിൽ പെപ്പർ പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ 1/4 ടീസ്പൂൺ പെപ്പർ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലത്തെ ബാറ്ററാണ്. ഇത് നമുക്കൊന്ന് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നോൺ സ്റ്റിക്കിൻ്റെ മൂടിയുള്ള പാനിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അടിയിലൊരു പഴയ പാൻ വെച്ചിട്ടുണ്ട്, അടിക്ക് പിടിക്കാതിരിക്കാൻ. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് എല്ലാ ഭാഗവും ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. എണ്ണ ഈ മാവ് പകുതി ഈ പാനിലോട്ട് ഒഴിച്ച് കൊടുക്കാം. പകുതി ഒഴിച്ചാൽ മതി. പകുതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് 5 മിനിറ്റ് ഒന്ന് വേകാൻ നോക്കാം. ഇത് ഓപ്പൺ ആക്കി നോക്കാം. ഇതിവിടെ ഉറച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മസാല ഇട്ട് കൊടുക്കാം.
നേരത്തെ ഉണ്ടാക്കി വെച്ച പിസ്സ മസാല ഇട്ട് കൊടുക്കാം. സൈഡിലോട്ട് അങ്ങനെ ആക്കാണ്ട് നടുക്ക് എല്ലാ ഭാഗവും വെച്ച് കൊടുക്കാം. മസാല എല്ലാ ഭാഗത്തുനിന്നും വെച്ച് കൊടുത്തിട്ടുണ്ട്. സൈഡിലോട്ട് കൂടുതലുണ്ടാണ്ട് ഇനി വേണ്ടുന്നത് മോസറല്ല ചീസാണ്. ചീസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗവും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ ബാറ്റർ ബാക്കിയുള്ളത് മാവില്ല മിക്സ് മൈദൻ്റെ മുട്ടൻ്റെ കൂട്ട് അത് മേലിൽ ചെറുങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. അതിനുശേഷം മേലെ ഡെക്കറേറ്റ് ചെയ്യാൻ ഞാൻ ടൊമാറ്റോ ക്യാപ്സിക്കം വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഒലിവ്സ് ഉണ്ടെങ്കിൽ ഒലിവ് വെച്ച് കൊടുക്കാം. കുറച്ച് ചീസ് ഉണ്ടെങ്കിൽ അതും കൂടി മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് മൂടിയിട്ട് ഇതിൻ്റെ ഓട്ട ഉണ്ട് ഇവിടെ അതൊന്ന് ഞാനൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂടിയിട്ട് 25 മിനിറ്റ് വരെ നമുക്കൊന്ന് ഒരു ആദ്യം നല്ല ഫ്ലെയിമിലാക്കിയിട്ട് പിന്നെ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കാം, പിന്നെ ഒന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം. അരിയാതെ നോക്കിയിട്ട് 25 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ടൂത്ത് പിക്കോ അല്ലെങ്കിൽ കത്തിനെ കൊണ്ടോ കുത്തി നോക്കിയാൽ പറ്റുന്നില്ലെങ്കിൽ അതൊന്ന് വെന്ത് വന്ന് വളർത്തും. ഇതൊന്ന് നമുക്ക് തിരിച്ച് ഇതേ ഭാഗം കൂടി ഒന്ന് ചൂടാക്കി കൊടുക്കാം. മറ്റേ ഭാഗം കൂടി ഒന്ന് നമുക്കൊന്ന് വേവിപ്പിച്ചെടുക്കാം. വെന്തിട്ടുണ്ട്, എന്നാൽ അതൊന്ന് ചൂടായിക്കോട്ടെ ആ ഭാഗം കൂടി. പിസ്സ പോള തയ്യാറായിട്ടുണ്ട്. ഈസിയാണ്, പിസ്സ ഉണ്ടാക്കുന്നതിനേക്കാളും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നല്ല ചീസി ആയിട്ടുള്ള പിസ്സ പോള തയ്യാറായിട്ടുണ്ട്. ഈ വിഭവം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെൽ ബട്ടൺ നിൽക്കുക. അപ്പോൾ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയി വീണ്ടും കാണാം.